നല്ല ഫ്രഷ് കുക്കുംബർ. ഇത്രയും മഴയായിട്ടും ഇത്രയും നല്ല സ്നോ വൈറ്റ് അല്ലേ? സ്നോ വൈറ്റ് ഏതാ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നല്ല അത് പിഞ്ച് പരുവത്തിൽ പറിച്ചത്. അതെങ്ങനെ ഇത്രയും ചെറിയ പരുവത്തിൽ പറിച്ചത്? എല്ലാ ദിവസവും പറിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ സ്നോ വൈറ്റ് ആണ്. ഈ കളറ് വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി മൂത്തുന്ന ഇത് ഏറ്റവും ടേസ്റ്റ് ഉള്ള പരുവം ഇതാണ്. പക്ഷെ ഇത്ര പരുവം വരെ നിൽക്കുമല്ലോ. വിത്തൊന്നും മൂത്തിട്ടില്ല. പക്ഷെ മഴ ആയതുകൊണ്ട് ഇത്ര ഈ ചെറിയ പരുവത്തിൽ വയലാറ് ചേർത്തല വയലാർ കൃഷിഭവന്റെ കീഴിലാണ് കൃഷി ചെയ്യുന്നത്. ഇത്ര മഴക്കാലത്ത് ഇങ്ങനെ കുക്കുംബർ ചെയ്യാൻ അത് എല്ലാ സമയത്തും ചെയ്തിട്ട് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ കുക്കുംബറാണ്. ഇത് നമുക്ക് 1.5 വെച്ചാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം. ഡെയിലി ഹാർവെസ്റ്റ് ചെയ്യാം. ഇതിന് നമുക്ക് തൊണ്ടിന് കനയില്ല, അത് കാരണം ടൈപ്പ് ഉണ്ടാകത്തില്ല. തൊണ്ട് സൈഡ് കഴിക്കാൻ പറ്റുന്ന കുക്കുംബറ. പിന്നെ ഇത് എപ്പോഴും നമ്മൾ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഒരു 180 ഗ്രാംസിലാണ് ഹാർവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ കൃഷി രീതി വളരെ സിമ്പിൾ ആണ്. ഇതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ മാത്രം, പിന്നെ ജൈവവളങ്ങൾ ന്യൂട്രിയൻസ് ഒക്കെ മാത്രം മതി. ഏകദേശം 35 ദിവസം ആകുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യണം. മഴക്കാലത്ത് ഇറങ്ങി ചുറ്റുന്ന ദിവസങ്ങൾ നീണ്ടുപോകും വെയിൽ കുറവാണെങ്കിൽ. പിന്നെ ഇത് ഒരുപാട് സ്കിൻ ഗ്ലോ ആക്കാനുള്ള ഒരുപാട് കഴിവുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് വാല്യൂടെ പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റും. ഏകദേശം ഇത് നല്ല വലുപ്പത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, തീരെ വലുപ്പത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഫൈബർ ആയി കഴിയുമ്പോൾ പിന്നെ ജലാംശം വന്ന ഫൈബർ കണ്ടന്റ് ആകും. പിന്നെ നമുക്ക് പിക്കിളിലും പിന്നെ സോൾട്ടഡ് കുക്കുംബർ എന്നിങ്ങനെ ഞങ്ങൾ സോൾട്ടഡ് കുക്കുംബറും പിക്കിളും ആക്കുന്നുണ്ട്. ഇത് നല്ല മൂത്ത് കഴിയുമ്പോൾ സോൾട്ടഡ് കുക്കുംബറും പിക്കിളും ആക്കും. അന്നേരം ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. ഫൈബർ വേണ്ട ശരീര പ്രകൃതിക്കാർക്ക് നല്ലതായിരിക്കും. വയലാറിന്ന് ഇത്രയും മഴയത്ത് ഓട്ടം പിടിച്ച് സ്വന്തം ഓട്ടോയില് ഇത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇടയിലിടയിൽ ഇതുപോലെ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. മഴ സമയത്ത് കുക്കുംബർ ആൾക്കാർ കഴിക്കുന്നത് കുറച്ച് കുറവാണെങ്കിലും ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ എല്ലാവരും വാങ്ങി കഴിക്കുന്നത്. അത്രയും ടേസ്റ്റ് ആണ്. ഈ പ്രായത്തിൽ എങ്ങനെ കൃഷിയിലേക്ക് വരാൻ അങ്ങനെ ഇഷ്ടപ്പാണോ അല്ലെങ്കിൽ സത്യത്തില് ഈ പ്രായത്തില് കൃഷിയിലോട്ട് വരുമ്പോ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചത് ഒത്തിരി കൂടുതലാണ്. കുറച്ചുകൂടി കർഷകർക്ക് കുറച്ച് സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ കിട്ടി തുടങ്ങി. എന്നാലും ബുദ്ധിമുട്ടായ അങ്ങനെയല്ലേ? എങ്ങനെ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ട്? ഇപ്പൊ കുറച്ചുകൂടി ആൾക്കാരൊക്കെ കർഷകരെയൊക്കെ ഒന്ന് അംഗീകരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് സീഡ് ആയിട്ട് പോലുമില്ല. നമ്മള് ഇതായിട്ടല്ലോ അത് അതുപോലെ കഴിച്ചാൽ അത്രയും ടേസ്റ്റുള്ള തൊണ്ട് കളയേണ്ട ആവശ്യം. അതെ അതെ. നമ്മുടെ ശരീരത്തിലെ അസിഡിറ്റി അല്ലെങ്കിൽ ഒക്കെ മാറാൻ ഈ കുക്കുംബറൊക്കെ ഭയങ്കര നല്ലതാണ്. ആൽക്കലൈൻ ആവാനൊക്കെ കുക്കുംബർ നല്ലതാണ്. നല്ല വെള്ളവും കിട്ടും. അപ്പോൾ ശരിക്കും ജിമ്മിന് പോകുന്നവര്, ആരോഗ്യം നോക്കുന്നവരൊക്കെ സ്ഥിരമായിട്ട് കുക്കുംബർ കഴിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ മഴ സമയത്ത് സാധാരണ കുക്കുംബർ കിട്ടല് നല്ല കുറവാണ്. ഇത് കൊണ്ടുവന്ന നന്മ അഗ്രോ ഫാംസിലെ നന്മന് ഒത്തിരി അധികം നന്ദി പറയുന്നു. അപ്പോ ഇത് ഇന്ന് നമ്മുടെ പ്രകൃതി ജൈവകതയിൽ ഉണ്ടാവും.